ശ്രീ എൻ പി ചേക്കുട്ടി മുതിർന്ന മാധ്യമപ്രവർത്തകൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ എൻ പി ചേക്കുട്ടി, NCPയിൽ ഈ മന്ത്രിസ്ഥാനം സംബന്ധിച്ച തർക്കം കീറാമുട്ടിയായി തുടരുകയായിരുന്നു. പലതരത്തിലുള്ള ഭീഷണികൾ, MLA സ്ഥാനം ഉൾപ്പെടെ രാജിവെക്കും എന്നതൊക്കെ നമ്മൾ കേട്ടതാണ്. ഇതിപ്പോൾ മന്ത്രിസ്ഥാനം ശശീന്ദ്രൻ ഒഴിയുന്നു. പാർട്ടി സംസ്ഥാന അധ്യക്ഷനായി കൊണ്ടുള്ള ഒരു ധാരണയാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. ദേശീയ നേതൃത്വത്തിൽ പവാറിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കുന്നു. ഇതാണോ അവർക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു സൊല്യൂഷൻ? അങ്ങനെയാണെങ്കിൽ മന്ത്രിസ്ഥാനം സംരക്ഷിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ NCPക്ക് കഴിയുമോ? താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇല്ല, ഇത് ചെറുകിട പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വളരെ സ്വാഭാവികമാണ്. അപ്പൊ ആ നിലയിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കടുംപിടുത്തവും ഒരു സമ്മർദ്ദവും ഇത്തരം ചെറിയ പാർട്ടികളിൽ വളരെ സാധാരണയായി നടക്കുന്നതാണ്. അപ്പൊ സ്ഥാനമാനങ്ങൾ വെച്ച് മാറിയിട്ട് ഒരാൾ മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നു, മന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ട ആൾക്ക് മറ്റ് പദവികൾ കൊടുക്കുന്നു. ഈ തരത്തിൽ മാത്രമേ അവർക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയൂ. ഇത് എത്രത്തോളം പ്രായോഗികമായിട്ട് നിലനിൽക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ NCP പോലൊരു കക്ഷിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജനങ്ങൾക്കിടയിൽ വലിയ വേരോട്ടമൊന്നുമില്ല. ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഒരു ഭാഗം എന്ന നിലയിൽ മാത്രം പ്രവർത്തിക്കുന്ന കക്ഷികളാണ്. അതിന്റെ ഒരു CPM-ന്റെ കരുത്തിലാണ് ഈ കക്ഷികളിൽ അധികം പേരും ജയിച്ചു വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തില് ഇത്തരത്തിലുള്ള സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള കടുംപിടുത്തം കൂടി വരുമ്പോൾ മുന്നണിക്ക് വലിയ തലവേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ അവരത് പരിഹരിക്കുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും മുന്നണിക്ക് വളരെ നല്ലതായിരിക്കും. മറ്റു പല പ്രശ്നങ്ങൾക്കിടയിൽ ഈ ഒരു തലവേദന കൂടി ഉണ്ടായിരിക്കുന്നത് വലിയ പ്രശ്നമായതുകൊണ്ട് ആ പ്രശ്നത്തിന് അവർ പരിഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായും സ്വാഗതാർഹമായിട്ടുള്ള കാര്യം തന്നെയാണ്. തീർച്ചയായും എന്തായാലും ഇതിൽ കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു ധാരണ ഉരുത്തിരിഞ്ഞിരിക്കുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അത് ഔദ്യോഗികമായി തന്നെ പറയേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇനിയായിരിക്കും നടക്കുക. പക്ഷെ നോക്കൂ, ഇങ്ങനെ ഒരു ധാരണയിൽ ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചാൽ പോലും അതൊരു ശാശ്വത പരിഹാരമായി നമുക്ക് കാണാൻ കഴിയുമോ? ഇതിപ്പോൾ രണ്ട് പക്ഷങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ്, അധികാര വടംവലിയാണ് ഇവിടെ യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത്. നേരത്തെ ശശീന്ദ്രൻ പക്ഷത്തിനൊപ്പം ആയിരുന്നു എങ്കിൽ പോലും PC ചാക്കോ പിന്നീട് തോമസ് കെ തോമസിനൊപ്പം നിൽക്കുകയും അങ്ങനെ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി നടന്നൊരു പിടിവലിയാണ്. അധ്യക്ഷ സ്ഥാനം ലഭിച്ചാൽ ശശീന്ദ്രൻ പക്ഷത്തിന് നഷ്ടമില്ലാതെ തന്നെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും? അതോ ഇതിലൊരു മുൻതൂക്കം മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്നതിലൂടെ മറുപക്ഷത്തിന് വരികയും മറ്റുള്ളവർ അസ്വസ്ഥരായി തുടരാനും ഒക്കെയുള്ള സാഹചര്യമുണ്ടോ? ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം PC ചാക്കോ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ആ സ്ഥാനം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ പാർട്ടിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഇനി ചാക്കോയെ ദേശീയ നേതൃത്വത്തിൽ കൊണ്ടുപോകും, മറ്റെന്തെങ്കിലും തരത്തിലുള്ള സ്ഥാനമാനങ്ങൾ അദ്ദേഹത്തിന് നൽകുമോ, ഇത്തരം കാര്യങ്ങളൊക്കെ അവരുടെ പാർട്ടി വിശദീകരിക്കേണ്ടതാണ്. സാധാരണ നിലയിൽ ഒരു സ്ഥാനത്തു നിന്ന് ഒരാളെ മാറ്റിയിട്ട് മറ്റൊരു സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകൾ എങ്ങോട്ട് പോകും തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളുണ്ട്. അതൊരു അക്കാര്യത്തിൽ എന്താണ് അവരുടെ പൊസിഷൻ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ അത് ഒരുപക്ഷെ അത്തരത്തിൽ ദേശീയ നേതൃത്വത്തിൽ മെച്ചപ്പെട്ട പദവികൾ കൊടുത്തുകൊണ്ട് ചാക്കോ അടക്കമുള്ള ആളുകളെ സന്തോഷിപ്പിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുമായിരിക്കും. എന്താണ് വിഷയം എന്നുള്ളത് അറിയാത്ത കാലത്തോളം നമുക്ക് ഇത് ഇപ്പൊ പെട്ടെന്ന് തീരുവോ അല്ല വീണ്ടും പ്രശ്നങ്ങൾ ആവുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ശരി, വളരെ നന്ദി ശ്രീ NP ചേക്കുട്ടി ഞങ്ങളോട് ഈ അവസരത്തിൽ സഹകരിച്ചതിന്. എന്തായാലും ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ധാരണ ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുമോ എന്ന കാര്യത്തിൽ അദ്ദേഹം സംശയം പ്രകടിപ്പിക്കുകയാണ്. VV അരുൺ തുടരുന്നുണ്ട്. അരുൺ,